നന്ദിയോട് സന്തോഷമുള്ളവരും കരമത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. കൂടി വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ആദ്യമായി കടന്നു വന്നിരിക്കുന്ന പ്രിയ ഷാജിൽ മാത്യൂസ് തുടർന്ന് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു കർത്താവിന്റെ ദാസൻ വഴിയാണ് പ്രിയ സഹോദരൻ വിളിക്കാനിടയായത്. കഴിഞ്ഞ 1-4 ദിവസം മുമ്പാണ് അദ്ദേഹം വിളിക്കാനിടയായത്. അദ്ദേഹം നഗരത്തിൽ വന്നിട്ട് 1 വർഷമായി. എന്നാൽ കറക്റ്റ് ടൈം ആയപ്പോഴാണ് കർത്താവ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം തന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ദിവസം തന്നു. ഗ്രേസ് സഭയിലാണ് ആരാധിക്കുന്നത്. കർത്താവ് ദാസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തന്റെ വൈഫ്, തന്റെ കുഞ്ഞുങ്ങൾ, 2 കുഞ്ഞുങ്ങളുണ്ട്, നാട്ടിലാണ്. ഇന്ന് രാത്രി നമ്മുടെ മധ്യേ താൻ കടന്നു വരാനിടയാതെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ പ്രസന്റ് സിസ്റ്റത്തിൽ ജോലി ചെയ്യുന്നു. ദൈവമക്കൾ തന്നെയും തന്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യത്തിലേക്ക് സ്വാഗതം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കടന്നു വന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വചനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മാസം പരിശുദ്ധം എന്ന് പറയുന്നത് കണ്ണീരോടെ വിതച്ചാൽ എങ്ങനെ കൊയ്യും, ഏതവസ്ഥയാണെങ്കിലും കർത്താവ് എന്ത് ചെയ്യും, മാറ്റം വരുത്തും. എന്നോട് കൂടെ നടക്കാം. ഞാനോട് വചനത്തിലെല്ലാം എത്ര നാളെ പ്രസംഗിച്ചാലും തീരാത്ത പോലെ നമുക്ക് എടുക്കാം ഒരു വാക്യം. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് പോകാം. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഞങ്ങൾ ഞായറാഴ്ച അത് ജസ്റ്റ് പറഞ്ഞെങ്കിലും മൊത്തമായിട്ട് സംസാരിക്കാനായിട്ട് ഇന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ പെട്ടെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ചില വാക്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കാൻ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. അവൻ പിന്നെയും സഹോദരിമാര് അവൻ സ്വന്തം 3 പേര് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അമ്മായിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. ഒരു വ്യക്തി കരഞ്ഞ് അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ചു കൊടുത്തിട്ട് പിരിഞ്ഞു. അവളോട് പറ്റി നിന്നു. അവളോട് പറ്റി നിന്നു. കണ്ണീരോടെ വിതച്ചാൽ എങ്ങനെ കൊയ്യും? നമുക്ക് രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യം വായിക്കാം. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14, 1-14 അവിടെ വായിച്ചു. 4-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യം. എന്നാറെ സ്ത്രീകൾ നവോമിയോട്, ബത്ലഹേമിലെ സ്ത്രീകൾ നവോമിയോട് പറയുക, ഇന്ന് നിനക്ക് ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കുന്നുണ്ട്. ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവന്റെ പേർ ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ. ആമേൻ. ആ വീണ്ടെടുപ്പുകാരന്റെ പേര് ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിങ്കൽ പോഷകനുമായിരിക്കും. വാർദ്ധക്യത്തിങ്കൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയായിരിക്കുന്ന നിന്റെ മരുമകളല്ലയോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. അവൻ നോക്കുവോ ഇതിനെ കൊടുക്കുമ്പോൾ അവൻ ബത്ലഹേമിലെ സ്ത്രീകൾ എന്നെ ഇനിയും നവോമി എന്ന് വിളിക്കേണ്ട, എന്ത് വിളിക്കാനാ പറഞ്ഞു? വേദനയുടെ സങ്കടത്തിന് ആധിക്യത്തിൽ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ പൊട്ടി കരഞ്ഞുകൊണ്ട് എല്ലാവരും നവോമി വന്നല്ലോ എന്ന് പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. എന്നെ ഇനി ആ പേര് വിളിക്കുന്ന, എന്നെ കയ്പ് എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ച് ഞാൻ നിറകൈയോടെ പോയി ഒഴിഞ്ഞ കൈയുമായി തിരിച്ചു വരുന്ന ചങ്കുപൊട്ടി കരഞ്ഞ സ്ത്രീ. അവിടെ അവസ്ഥകൾക്ക് മാറ്റം വന്നിട്ട് കണ്ണീരോടെ വിതച്ചവർക്ക് ആ ബത്ലഹേമുള്ളവർ ചില വർഷങ്ങൾക്ക് ശേഷം ചുറ്റും നിന്ന് പറയുക. അവൻ എന്താണ് പറഞ്ഞത്? ഒരിക്കൽ കൂടെ വായിച്ചേട്ട 14 മുതൽ. എന്നാൽ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവന്റെ പേർ ഇസ്രായേലിൽ വിസ്തൃതമായിരിക്കും. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിങ്കൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയായിരിക്കുന്ന നിന്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. നോക്കൂ, അവൻ നവോമിക്ക് 7 പുത്രന്മാരെക്കാൾ അവൻ പ്രയോജനമുള്ള സ്നേഹമുള്ള ഒരു മരുമകളെ കൊടുത്തു. മരുമകളിൽ അവൾക്കൊരു കൊച്ചുമകനെയും കൊടുത്തു. വായിച്ചു അടുത്തത്. നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി
നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു. അവന് ധാത്രിയായി വളർത്തമയായി തീർന്നു. അവളുടെ അയൽക്കാരത്തികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേർ വിളിച്ചു. ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ. നമുക്ക് രണ്ട് സ്ത്രീകളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ മാസത്തിലെ കുറുവാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. 126 സങ്കീർത്തനം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ അവൻ എടുത്തവർ വായിക്കാൻ. 126 സങ്കീർത്തനം 5ഉം 6ഉം വാക്യം ശ്രദ്ധിച്ചു കേൾക്കണേ. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർക്കോടെ കൊയ്യും. വിത്ത് ചുമന്ന് കരഞ്ഞു വിതച്ചുകൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്ന് ആർത്തുകൊണ്ടുവരുന്നു. വളർച്ചയില്ലെങ്കിൽ ഫലമില്ലെങ്കിൽ കൊയ്ത്തില്ല. ഇവിടെ കരഞ്ഞു വിതച്ചു, വളർച്ചയുണ്ടായി, വിളവുണ്ടായി, വിത്ത് ചുമന്ന് കരഞ്ഞോണ്ടാ വിതച്ച വിത്ത് ചുമന്ന് ആർപ്പോൾ വരുന്നു. അതുകൊണ്ട് നമുക്കൊരു വചന ഭാഗം യോവേൽ പ്രവചനം 2:12-13 വാക്യങ്ങൾ. യോവേൽ 2:12-13. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പരിശുദ്ധാത്മാവോട് ഇന്ന് രാത്രികാലം പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്നാൽ ഇപ്പോഴെങ്കിലും സമയം അതിക്രമിച്ചു പോയിട്ടില്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് രാത്രികാലം രണ്ട് സ്ത്രീകളെ ഞാൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് പരിശുദ്ധമാ പറയുന്ന വചനം ശ്രദ്ധയോടെ നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഞാൻ തികഞ്ഞവനായി എനിക്കെല്ലാം ഉണ്ട് എന്ന് വെളിപ്പാട് പുസ്തകത്തിലെ ലവോദിക്യ സഭ പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇപ്പോഴെങ്കിലും സമയം അതിക്രമിച്ചിട്ടില്ല. സമയം ഇതുവരെ അതിക്രമിച്ചിട്ടില്ല. ദൈവം നിനക്ക് വേണ്ടി ടൈം നീട്ടി തരിക. ഇപ്പോഴെങ്കിലും എങ്ങനെ വരണം? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും ശ്രദ്ധിച്ചോണം. ഉപവസിക്കണം. പ്രഷറും ഷുഗറും ഒക്കെ കാണും. പക്ഷെ സമയം കണ്ടെത്തണം. ഒന്ന് കരയാൻ, ഉപവസിക്കാൻ, ഉടനെ പ്രാർത്ഥിക്കാൻ, തൃപ്തിപ്പെട്ടിരിക്കാതെ. ദൈവം ചില വിടുതലുകൾ നിനക്ക് വേണ്ടി ചെയ്യാൻ കൊതിക്കുന്നുണ്ട്. പക്ഷെ നീ അടുത്തു വരുന്നില്ല. പരിശുദ്ധമാവർ നീ നമ്മളെല്ലാവരും അടക്കണം. ഒന്ന് സമയം നീ കണ്ടെത്തണം. ഇപ്പോഴെങ്കിലും നിങ്ങൾ സ്വന്തം ചെയ്യണം. പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും. അടുത്തത് കരച്ചിലോടും. കരച്ച് സാധാരണ നെഞ്ചത്തോടും ചിലറി കരയുന്ന വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ. അടുത്ത വാക്യം വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവി. അവൻ കൃപയും. ശ്രദ്ധിക്കേ, നിന്റെ ദൈവത്തിന്റെ നേച്ചർ കൃപയെന്ന അർഹതയില്ലാത്ത ദാനങ്ങളെ തരുന്നൊരു ദൈവം. കൃപയും കരുണയും ദീർഘക്ഷമ അവനെ പോലെ ക്ഷമിക്കുന്നവന് ദീർഘക്ഷമയും മഹാദയും ഉള്ളവനല്ലോ. ഇന്ന് രാത്രി ഒരു വേള നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ജീവിതത്തില് എന്റെ ജീവിതത്തിൽ ഉൾപ്പെടെ എന്തെങ്കിലും അനർത്ഥങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വേള ഇന്ന് രാത്രി കരഞ്ഞ് ഇന്ന് രാത്രി നിന്നോടെ ഏൽപ്പിച്ചാൽ എന്റെ ദൈവം ഒരുപക്ഷെ അനുദപിക്കുമായിരിക്കും, ഉറപ്പറ്റ് ചെയ്യുമായിരിക്കും. ഇന്ന് രാത്രി വചനം ശക്തിയോടെ നിങ്ങൾ ഏറ്റെടുക്കണം. ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും സ്വന്തം ഇരുമായത്തിലുള്ള മൂർച്ചയേറിയതും പ്രാണനെയും സന്ധിമജ്ജകളെയും വരെ തുളച്ചിരുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും നിലവുകളെയും വിവേചിക്കുന്നതുമാണ്. ഇന്ന് രാത്രി വരുന്ന പവർഫുള്ളായ വചനം പ്രാർത്ഥനയോട് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. വാക്യം തീർത്തോ ഇല്ലല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുദപിച്ച് റിപ്പന്റ് ചെയ്യുന്നൊരു ദൈവമാണ്. നമ്മള് ദൈവത്തിന് എന്താ അനുദപിക്കേണ്ട? ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ദൈവത്തിന്റെ നീതിയിൽ ന്യായവിധി അയക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള എല്ലാ യോഗ്യതയും അതിൽ കൂടുതൽ നമ്മൾ ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷെ ദൈവത്തിന് പ്രത്യേകതയാണ്. ദൈവം റിപ്പന്റ് ചെയ്യും. ദൈവത്തിന്റെ വലിയ പ്രത്യേകത
അനുദപിക്കുമായിരിക്കും. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവരെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചു കേൾക്കാൻ പരിശുദ്ധ വേള ഇന്ന് രാത്രി അനുദപിക്കുമായിരിക്കും. വായിച്ചു അടുത്തത്. വീണ്ടും അനുദപിച്ച് തനിക്ക് ഭോജനയാകൂ. ശ്രദ്ധിക്കണം. എന്ത്? ദൈവസന്നിധിയിലെ കൃപ നിന്നെ വിട്ടുമാറിയത് കൊണ്ട് ഭോജനയാഗം നടക്കുന്നില്ല. കാരണം എന്താ? വിത്തില്ല. എല്ലാം പച്ചപ്പുഴു തിന്നു, വെട്ടുക്കിളി തിന്നു, തുള്ളം തിന്നു നശിപ്പിച്ചു. ഗ്രെയിൻ ഓഫറിംഗ് ആലയത്തിലില്ല. അടുത്ത വാക്യം. പാനീയാഗം ഒഴിക്കണമെങ്കിൽ വീഞ്ഞ് വേണം. വീഞ്ഞട്ടുപോയി. വീഞ്ഞില്ല, എണ്ണയില്ല, മുഖത്തെ മെനക്കുന്ന എണ്ണയില്ല, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞില്ല. ഒരു വേള ഇപ്പോഴെങ്കിലും നീ അനുദപിച്ചു മടങ്ങി വന്നാൽ ദൈവം അനുദപിച്ച് ചില കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് പറയാം. പെട്ടെന്ന് പോണ്ട സമയം പറന്നു പോകുന്നത് കൊണ്ട് നോക്കൂ. റൂത്തിന്റെ പുസ്തകത്തിൽ 2 സ്ത്രീകളെ കണ്ട്. എനിക്ക് ഒത്തിരി അവിടെ യോവൽപുറം നിന്ന് പറയാനുണ്ട്. അവിടെ പോയ സമയം പോകും. അമ്മനോട് റൂത്തിന്റെ പുസ്തകത്തിൽ 3 സ്ത്രീകളെയാണ് ആദ്യം തുടങ്ങുന്നത്. അവർ ഉറക്കെ കരയുക, കൈപ്പോടെ കരയുക. കാരണം 3 പേരും വിധവമാരായി. 3 പേരും വിധവമാരായി. അവരുടെ ഏക ആശ്രയം, അവരുടെ ഏക തുണ, അവർക്കുണ്ടായിരുന്നത് എന്ന് പറയാനുള്ള ആൺതുണകളെല്ലാം നഷ്ടപ്പെട്ടു. ജീവിതമേ ശൂന്യമായി, തകർന്നു, തരിപ്പണമായി. ചുടബലകണനകസ്യ അതിലൊരുത്തി വിശ്വാസിയായ ഒരു സ്ത്രീയായിരുന്നു. ഒരിക്കൽ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവള, ദൈവത്തിന്റെ അപ്പത്തിന്റെ ഭവനത്തിലെ അപ്പത്തിന്റെ നന്മ അനുഭവിച്ചറിഞ്ഞവള. എന്നാൽ പ്രശ്നം വന്നു. അപ്പത്തിന്റെ ഭവനത്തിൽ അപ്പം ഇല്ലാതെ ക്ഷാമം വന്നപ്പോൾ അപ്പത്തിന്റെ ഭവനം ഉപേക്ഷിച്ചിട്ട് മോവാബ് ശപിക്കപ്പെട്ട ദേശത്തേക്ക്. ഇന്ന് രാത്രി പണ്ട് ബിലിഗ്രഹാമിന്റെ ഭാര്യ റൂത്ത്, ബിലിഗ്രഹാമൻ ഒരു എഴുത്തെഴുതി, അമേരിക്കയെ ദൈവം ന്യായം വിധിച്ചില്ലെങ്കിൽ സോദോമിനോട് ഗോമറയോട് ദൈവം എന്തോ പറയേണ്ടി വരുമായിരിക്കും. പാപം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൽ ഇന്ന് രാത്രി ഞാൻ വെക്കാത്ത വീട് കുഴിയാ കൊണ്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ലോത്ത് പോയതുപോലെയുള്ള സ്ഥലത്താ നീ പാർക്കുന്നതെന്ന് മറന്നു പോകല്ലേ. നിങ്ങൾ പാർക്കുന്ന ഈ നഗരം കൃപയാൽ സ്തോത്രം, നഗരത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇതൊരു സാങ്ച്വറി സിറ്റിയാണ്. നീ ഓർക്കണം, സ്വർഗനദിക്കാരുടെ ഒരു വിഹാര കേന്ദ്രമാണ് ഫിലഡൽഫിയ. നിങ്ങൾക്കറിയാമോ അത്? ഫിലദൽഫിയിലെ നന്മയൊക്കെ അനുഭവിച്ചറിഞ്ഞ് അവൻ എല്ലാം നീ തിന്ന് അവൻ തിമിർത്തിരിക്കും. ഓർക്കോ, എപ്പോഴാ ന്യായവിധി വരുന്നെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി റൂത്ത് ഗ്രഹാം പറഞ്ഞു, അമേരിക്കയെ ദൈവം ന്യായം വിധിച്ചില്ലെങ്കിൽ. നിങ്ങൾക്കറിയാമോ, ഫിലദൽഫിയിലാണ് ഒരു പരേഡുണ്ട്. സമയം വരുമ്പോൾ തുണിയില്ലാതെ എല്ലാം കൂടെ കൂട്ടോട്ടമാണ്. ഇതൊരു സാങ്ച്വറി സിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ദൈവം കൃപയാൽ കോപിച്ച് ദേശത്തോട് ന്യായം വിധിക്കാൻ തീരുമാനിച്ചാൽ അതിനോടുകൂടെ നമ്മളെല്ലാം നശിച്ചു പോകുമോ? ദൈവം ന്യായം വിധിക്കാൻ സോദോം ഗോമറയ്ക്ക് നേരെ വന്നപ്പോൾ ദൈവത്തിന് ഒരു പ്രയാസം കാണും. ഇടിവ് നിൽക്കുന്ന ഒരു നല്ല അബ്രഹാം സ്നേഹിതന് അവനെ അറിയിക്കാതെ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് നീ ദൈവത്തിന്റെ സ്നേഹിതനാകണം. ഇന്ന് രാത്രി യു ഷാൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ഗാഡ്. സ്നേഹിതന്മാരെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് പറയുക, ഞാൻ ഇത് ചെയ്യാൻ പോവാം. അബ്രഹാം ഇടിവിൽ വീണു. ഇന്ന് രാത്രി ദൈവം ഇടിവിൽ വീണ് കരയണം. നഗരത്തിന് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടി കഴിയണം. കഴിഞ്ഞ 17 നാഷണൽ ഡേ ഓഫ് പ്രയർ ആയിട്ട് കൊണ്ടാടുവാനിടയായി. അങ്ങനെയല്ല, ഹൃദയങ്ങളെ തന്നെ പൊട്ടിക്കീറിക്കഴിഞ്ഞ അഹങ്കാരങ്ങളെ അകറ്റി താഴ്മ ധരിച്ചു ദൈവത്തിന്റെ വ്യവസ്ഥയിലേക്ക് വരണം. അവർ അലറിക്കരയാൻ ഈ ദിവസങ്ങൾ നമുക്ക് പ്രേരണ പരിശുദ്ധാത്മ തരികയാ. ഇന്ന് രാത്രി ഈ രാജ്യത്തിന്റെ പാപത്തിൽ നമ്മൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ടേ. അവൻ സ്വന്തം ചെയ്യുന്നു. ലോത്തിന്റെ ഭാര്യയെ നീ ആത്മാവിൽ ആരാധിച്ചവനെ രാജ്യത്ത് കൊണ്ട് നിന്നെ അനുഗ്രഹിച്ചു. പക്ഷേ ഇന്ന് രാത്രി ഈ രാജ്യത്തിന്റെ സാമ്പത്തിക അനുഗ്രഹം നിന്നെ പിടിച്ചു വലിച്ചിട്ട് അവൻ സ്വന്തം ഓടി രക്ഷപ്പെടാൻ പറയുമ്പോൾ തിരിഞ്ഞു നോക്കാനുള്ള കൊതിയാണെങ്കിൽ രഹസ്യം ധരിയ അവൻ ലോത്ത് എങ്ങനെ ഇറങ്ങിയാൽ നീ ഓർത്തോണം. അവൻ ലോത്തിന് ദർശനം ഉണ്ടായില്ല. പക്ഷെ അബ്രഹാം അവൻ ഉപ്പാപ്പനായ അബ്രഹാമിന് ഉണ്ടായ ദർശനം കേട്ടോണ്ട് ഇറങ്ങിയ പുള്ളി. പക്ഷെ അവന് ഇഷ്ടമായിരുന്നു ദൈവത്തെ സ്നേഹിക്കാൻ. ബൈബിൾ പറയുന്നത് നീതിമാനായ വലഞ്ഞുപോയി. പക്ഷെ നീതിമാനായിരുന്നല്ലേ.
പക്ഷെ ഉണ്ടായില്ല. സമ്പത്ത് വർദ്ധിച്ചപ്പോൾ അനുഗ്രഹം വർദ്ധിച്ചപ്പോൾ ആ സമ്പത്ത് വർദ്ധിച്ചത് ദൈവിക വഴിയായുള്ള വർധനമല്ലായിരുന്നു നിങ്ങൾ തിരിച്ചറിയണം. ആദ്യത്തെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ആമേൻ. സ്വന്തം വാഗ്ദത്ത നാടായ കനാൻ നാട്ടിലെത്തി ദൈവത്തെ ആരാധിച്ചു. പക്ഷെ ദൈവം ഒരു കാര്യം കൂടെ നമ്മളെ പഠിപ്പിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടുകൊണ്ടല്ല ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം. നമ്മൾ വിചാരിച്ചു ഞാൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട അല്ല, ദൈവത്തിന്റെ വിശ്വസ്തത ഉള്ള നീ വചന വ്യവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ടാണ് നിന്റെ അനുഗ്രഹം. നീ യേശുവിനെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നിന്റെ അനുഗ്രഹം. കനാൻ നാട്ടിൽ എത്തിയത് കൊണ്ടല്ല നിന്റെ അനുഗ്രഹം. കനാൻ നാട്ടിൽ നിന്നെ എത്തിച്ചതാ ദൈവം നിന്നെ നന്മകൾ കൊണ്ട് പോഷിപ്പിക്കാൻ. അവൻ പാലും തെനും ഒഴുകുന്ന ദേശത്ത് ആരും ചിന്തിക്കില്ല ഞാൻ കനാൻ നാട്ടിൽ വന്നതുകൊണ്ട് നന്മയായി. ഇല്ല ഇല്ല, അതാ ദൈവം അത് പഠിപ്പിക്കാൻ അപ്പം എന്ന കോലിനെ കനാൻ നാട്ടില്. കാരണം എന്താ പറയില്ല, ഞാൻ കനാൻ നാട്ടിൽ എത്തിയത് കൊണ്ട് ദൈവമേ അനുഗ്രഹിച്ചു. ഞാൻ എന്റെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ വചനത്തിന്റെ വഴിയിൽ നടന്നതുകൊണ്ട് അനുഗ്രഹിച്ചു. പാപ്പം പോലെ ഒഴിച്ചപ്പോ ദൈവത്തെ ഒരിക്കലും ദൈവത്തെ കേട്ട് പോയാൽ ക്ഷാമം വരുത്തും ദൈവം ചെറുത്. എന്തിനാ? നിന്റെ ആശ്രയം കനാൻ നാട്ടിലാകാതിരിപ്പാൻ, നിന്റെ സ്വയനീതിയിലാകാതിരിപ്പാൻ, എപ്പോഴും കർത്താവിൽ മാത്രം നോക്കാൻ നിന്നെ പഠിപ്പിക്കേണ്ടതിന് നിന്റെ വാഗ്ദത്ത ദേശത്തും ദൈവം നിൽക്കുന്ന വാഗ്ദത്ത നാട്ടിലും അപ്പം എന്ന കോലിനെ അവൻ ചിലപ്പോൾ ഒടിക്കുമ്പോൾ നിന്റെ ഏക ആശ്രയം ദൈവം മാത്രം ആയിരിക്കുന്നു. നവോമി ചെയ്ത പോലെ തന്നെ അബ്രഹാം ചെയ്തു. വിശ്വാസികളുടെ പിതാവില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അന്നേരം ദൈവം കർത്താവേ നീ പറഞ്ഞിട്ടല്ലേ നീ ഇറങ്ങിയത്, അഡ്രസ് ഒന്നും തരാതെ ഇറങ്ങിയ, നീ എന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞില്ലേ എന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നതിന് പകരം ബുദ്ധിയുടെ പ്രമാണത്തിലോട്ട് ഇറങ്ങി. ഇപ്പോഴുണ്ട് AI ഇല്ലാത്ത കാലത്ത് പുള്ളിക്കാരൻ AI പോലെ അന്വേഷിച്ചു. മിസ്രൈമിൽ എന്തുണ്ട്? നീ ദൈവത്തിന്റെ പ്രൊവിഷനിൽ നിന്ന് ബുദ്ധിയുടെ പ്രൊവിഷനിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിന്റെ ഗ്രേസ് നിന്നെ വിട്ട് മാറുമെന്ന് ഓർത്തിക്കണം. രാത്രി ദൈവം വിളിച്ച വിളിയിൽ, വിശുദ്ധിയിൽ, വേർപാടിൽ, കമനണ്ടിൽ നിൽക്കാൻ നിന്റെ ബുദ്ധിയുടെ പ്രമാണത്തിലേക്ക് പോകുമ്പോൾ, നിന്റെ ഗ്രേസ് പോകുമ്പോൾ പിന്നെ പേടിയാണ് നിനക്ക്. പേടി വരുമ്പോഴാണ് നീ ഓട്ടോമാറ്റിക്കായിട്ട് കള്ളം പറയാൻ തുടങ്ങും. സ്വന്തം ഭാര്യയോട് പറയാം, നീ പറയല്ലേ ഞാൻ എന്റെ ഭാര്യയാണ്. പേടി കാരണം ഭാര്യയെ സൂക്ഷിക്കണം, എനിക്കുള്ളത് പോ. നിന്റെ പേടി കളയുന്ന നിനക്കുള്ളത് സൂക്ഷിക്കുന്ന ആരാ? ദൈവമാണ്. നിന്റെ ജോലി സൂക്ഷിക്കുന്ന ആരാ? നീ അല്ല, ഇറ്റ്സ് ഗോഡ്. അതുകൊണ്ട് ജോലിയെ സംരക്ഷിക്കാൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു പോകരുത്. യു ain't gonna earn anything. നീ ഒന്നും നേടാൻ പോകുന്നില്ല. അന്ന് പോയ പോക്ക കൃപയാൽ ദൈവം താങ്ങിയില്ലാന്നെങ്കിൽ അവന്റെ ഭാര്യ ഫറവോന്റെ കൊട്ടാരത്തിൽ അന്തഃപുരത്തിലെത്തി. ഫറവോൻ പറയാ, നിന്റെ ഭാര്യ എന്റെ ഭാര്യയായി എടുക്കാൻ സംഗതി വന്നു പോയല്ലോ. അപ്പം ഭാര്യയായിട്ട് എടുത്തു. എന്നിട്ടും പുള്ളിക്കാരൻ സത്യം പറയുന്നുണ്ടോ? ആരാ? വിശ്വാസികളുടെ ഈ ബൈബിള് പകുതി വെച്ച് വിശ്വാസികൾ നീ ഒറ്റ സൈഡ് നീ മൊത്തം വായിക്കണം, ആത്മാവിൽ കാണണം, എന്നാലേ ബാലൻസിൽ വിശ്വാസം ജീവിക്കാൻ പറ്റുള്ളൂ. മടങ്ങി വരട്ടെ. ഇതേപോലെ തന്നെ ആദ്യത്തെ ഒരു സ്ത്രീയെ പറഞ്ഞു, റൂത്ത്. സമയമില്ലാത്തവർ പറഞ്ഞിടുക. കൈപ്പോട് 3 പേരും കരഞ്ഞു. അതിൽ ഒരുത്തി എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഇനി എനിക്ക് ഒത്തിരി കരയാൻ വയ്യ, കാരണം ഭർത്താവ് മരിച്ചുപോയി. ഇനി കരച്ചിൽ വയ്യ. ചില കരച്ചിൽ ഇഷ്ടമല്ല. അവിടെ ഞാൻ കംഫർട്ട് സോണിലോട്ട് തിരിച്ചു പോവുക. എവിടോട്ടാ? എന്റെ അപ്പന്റെ അമ്മയുടെ വീട്ടിലോട്ട്, എന്റെ പഴയ ദേവന്റെ എനിക്ക് പരിചയം. അവിടെ പിന്നെ ഒത്തിരി കഷ്ടമില്ലല്ലോ. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ടല്ലോ. നീ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സുഖം തേടി ഓടും. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രവർത്തിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ശക്തിയോട് നിന്ന് പറയാ, ഇപ്പോഴും അതിക്രമിച്ചു പോയിട്ടില്ല. ഇപ്പോഴെങ്കിലും അനുതാപത്തോടും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും നിലവിളിയോടും കൂടി എങ്കിലേക്ക് തിരിയാൻ പരിശുദ്ധാത്മാവ് ശക്തിയോട് പറയുക. എന്നാൽ ഓർത്ത ഉമ്മ കൊടുത്തു പോയി. കൂടെ 2 സ്ത്രീകൾ. ഒന്ന് നവോമി. നവോമി തീരുമാനിച്ചു. നിറഞ്ഞാ വന്നത് ഭർത്താവ് എലിമേലേക്കുണ്ടായിരുന്നു. 2 ആൺപിള്ളാരുണ്ട്, മഹ്ലോനും. ഞെരുക്കത്തിൽ നാട്ടിൽ നിന്ന് അപ്പത്തിന്റെ ഭവനം മോവാബിലേക്ക് വന്നു. ദൈവനാളുകൾ കൊടുത്തു, അനുഗ്രഹങ്ങൾ കൊടുത്തു, മക്കൾക്ക് ഭാര്യമാരെ കൊടുത്തു, മരങ്ങൾ കയറി. കാരണം മോവാബ് ദേശം ഭക്തരെ വസിക്കേണ്ട ഇടമല്ല. നിന്നെ വിളിച്ചത് നീ അപ്പത്തിന്റെ ഭവനത്തിലെ മകളാ, നീ അപ്പത്തിന്റെ ഭവനത്തിലെ മകനാ, നീ ദൈവത്തെ ആരാധിക്കേണ്ടവനാ. നീ ശപിക്കപ്പെട്ട ദേശത്ത് കിടക്കേണ്ടവനല്ല, വചന വ്യവസ്ഥ വിട്ട് ജീവിക്കുന്നവരുടെ ദേശത്ത് കിടക്കേണ്ടവനല്ല. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നോ. നിങ്ങൾ പഴയ വചനം പഠിച്ചാൽ മാത്രമേ ലോത്തിന്റെ സന്തതിയായിട്ട് വരും മോവാബ്. വലഞ്ഞുപോയ നീതിമാനായ ലോത്തിന്റെ സന്തതിയായിട്ട് വരും. ഈ മർമ്മങ്ങളൊക്കെ ആത്മാവിൽ കണ്ടാവും. ഇതിനകത്ത് എന്റെ ദൈവമേ, അവൾ ഓർക്കുന്നു, അയ്യോ അപ്പോട്ടെ വന്നു, അന്നേരം ഒന്ന് കണ്ടു, ഇത് തിരിച്ചു പോണ്ട. അവിടെ അങ്ങ് സെറ്റിൽഡായി.
മക്കൾക്കും ഭാര്യമാരെ കിട്ടി, ഓക്കെ ആയി. ഇല്ല, നാശം നിന്നെ അകറ്റിക്കൊണ്ടുപോകും, നിന്നെ നശിപ്പിക്കാനാ, കൊന്നുകളയാൻ ആ നാശം വന്നു. ഭർത്താവിനെ കൊന്നു, മക്കളെ കൊന്നു. അപ്പോൾ നീ തിരിച്ചു പോയില്ലേ, എന്റെ ജീവൻ പോലും കാണാതെ അവൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പോഴത്തേക്ക് അവൾക്ക് മുമ്പിൽ കൈപ്പിന്റെ ആഴത്തിലായി. അവൾ അറിയിക്കാര്യം, ഞാൻ പോവാ, ദൈവം എനിക്ക് പ്രതികൂലമായി തന്നെ അവിടെ പോകാൻ തീരുമാനിക്കുക. പക്ഷെ ഒരു കാര്യം, അവളെടുത്ത തീരുമാനം നല്ല തീരുമാനമായിരുന്നു. അവിടെ കിടന്ന് നശിക്കാതെ എവിടോട്ട് പോകാൻ തീരുമാനിച്ചു? അപ്പത്തിന്റെ വീട്ടിലേക്ക് പോകാൻ. എളുപ്പമായിരുന്നില്ല കേട്ടോ. പോകുമ്പോൾ വേദന, നിന്ന അപമാനം, നാട്ടുകാർ എല്ലാം ഇട്ടേക്ക് പോയിട്ട് എന്തുവായിടും ചോദിക്കാൻ അനേകര് കാണാം. ബൈബിള് പറയുന്ന അവര് തിരിച്ച് നഗരം ഇളകിയെന്നാ പറയുന്നത്. ആ പട്ടണം മൊത്തം ഇളകി അവരെ ചൊല്ലി. നീ എവിടെ നീ താമസിച്ചു, വീടൊന്നും നീ ഇട്ടേച്ചു പോയതല്ലേ എന്ന് പറയുന്നത്. കണ്ണീരിന്റെ ജീവിതമായിരുന്നു അവൾ. പക്ഷെ അവൾ മടങ്ങി വരാൻ ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും നിലവിളിയോടും കണ്ണീരോടും അവൾ തീരുമാനിച്ചു. രൂത്ത് ഓർമ്മ പോയപ്പോ രൂത്തിനൊക്കെ പോയാൽ പോരായിരുന്നു. ശരിയാ, ഇനി കരയട്ടെ, എന്തിനാ കരയിന് മടുത്ത് ഇനി പോയാൽ ഭാവിയുണ്ടോ? എങ്ങോട്ടാ പോകുന്നത്? ആ ദേശം, ഒന്നാമത് ആ ദേശം ഇവിടെ കൈക്കൊള്ളത്തില്ല അല്ലേ? കാരണം 10ാമത്തെ തലമുറ പോലും ഇവിടെ വരരുതെന്ന് പറഞ്ഞു. ഒരിക്കലും പറ്റാത്ത ഉദ്ദേശം ദൈവം തന്നെ അവളുടെ എഴുത്തില്ലേ, അങ്ങനത്തെ ഉദ്ദേശം. പക്ഷെ ഈ സ്ത്രീ കണ്ണീരിന്റെ ആധിക്യത്തിൽ അവള് ആ കുടുംബത്തിൽ വന്നു കയറിയോണ്ട് അവൾ ശ്രദ്ധിച്ചൊരു കാര്യം, യഹോവയാം ദൈവത്തെ അവൾ ശ്രദ്ധിച്ചു. അവൾ പറയുന്ന അടുത്ത വാക്യത്തിൽ യഹോവയുടെ നാമത്തിൽ അവൾ സത്യം ചെയ്യുന്നത്. അമ്മായിമ്മ പറയാം, മക്കളെ നിങ്ങൾ പോ, എനിക്ക് തരാമെന്ന്. വലിയ മക്കളില്ല, തിരിച്ചറിയാൻ. നീ ഞാൻ കല്യാണം കഴിച്ചാൽ കുഞ്ഞുണ്ടായ വർഷങ്ങൾ പിടിക്കും. ദേവരവിവാഹം നിങ്ങൾ 10 സുവിശേഷം 22 പഠിച്ചുകൊണ്ടിരിക്കുക. തരണയത്തോട് നിങ്ങൾക്ക് ഭാവി തരാനായിട്ടില്ല. കുഞ്ഞുങ്ങൾ പോകും, നിങ്ങളുടെ അപ്പനും അമ്മയുണ്ട്, നാട്ടു സഹോദരങ്ങളുണ്ട്, നിങ്ങളുടെ സ്വന്തം വീടാണ്, നിങ്ങൾ ജനിച്ചു വളർന്നണമാ, നിങ്ങളുടെ ദേവന്മാരും ഉണ്ട്, തിരിച്ചു പോ. അവള് പറയാ വായിച്ചാട്ട് 1:15 16 വാക്യം. അപ്പോൾ അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയി. അപ്പൊ അമ്മായിമ്മ പറയാ, സഹോദരി അവളുടെ ജനത്തിന്റെയും അവളുടെ ദേവന്മാരുടെ അടുക്കിലേക്ക് എന്ത് ചെയ്തു? അവൾ പറഞ്ഞു, എനിക്കറിയാൻ വയ്യ. ആ കംഫർട്ടിലേക്ക് അവള് പോയപ്പോൾ, നീയും നിന്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക. എന്തിനാ എന്റെ കൂടെ ചീടിച്ച് കരയുന്ന? അതിന് മുമ്പ് പറയാം, ഇവരെ ഓർത്ത് അവള് വ്യസനിക്കുക. ഇവൾക്ക് ഭാവി കൊടുക്കാനില്ല. പോയടുത്ത് ഇവരെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എങ്ങനെ ഇവർ ജീവിക്കുമെന്ന് അറിയത്തില്ല, എവിടുന്ന് ഭർത്താവിനെ കണ്ടെത്തുമെന്ന് അറിയത്തില്ല. പക്ഷെ അതിന്റെ മധ്യത്തിൽ സ്ത്രീ പറയാ, പറഞ്ഞു, രൂത്ത് പറയുന്നു, നിന്നെ വിട്ടു പിരിയാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനും എന്നോട് പറയരുതേ. കണ്ണീരോട് പൊട്ടി ഏങ്ങലടിച്ച് കരയുമ്പോഴോട് പറയാ അടുത്ത വാക്യം, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. എത്ര അൺകംഫർട്ടബിൾ ആണെങ്കിലും, എത്ര പരിചയമില്ലേലും, എത്ര ഭാഷ അറിയത്തില്ലേലും, ആ ഭാവിയെ കുറിച്ചൊരു ഹോപ്പുമില്ലേലും, നിന്നോടുകൂടെ ഞാൻ പോരും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. ഇത് ആത്മീക കൂട്ടായ്മ കൊതിച്ച ഒരു രൂത്ത്. നമുക്ക് പരിചയമുള്ള വിട്ടുമാറാൻ വലിയ പ്രയാസം, അതുകൊണ്ട് ഓർപ്പ തിരിച്ചു പോയത്. റൂത്തിനും പരിചയമുള്ളിടത്തോട് പോകാൻ പറ്റും, പക്ഷെ ആത്മാവുള്ള ആരാധന കണ്ടവൻ, ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടവന് കൂട്ടായ്മ വിട്ടു മാറി പോകാൻ പറ്റത്തില്ല. അവള് പറയാ, നീ മരിക്കും, എത്ര അൺകംഫർട്ടബിൾ ആണേലും, ആര് കേട്ടില്ല, കല്ലിയാലും കുഴപ്പമില്ല. അമ്മാവിയും കൂടെ അവൾ എന്ത് ചെയ്തു പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കണ്ട അന്തം, സമയം പോയവർ പറയാ, 2 സ്ത്രീകളുടെ അന്തം. ഒന്ന് ചെന്നപ്പോ തന്നെ അവള് പറഞ്ഞു, എന്നെയും നവമിയും വിളിക്കരുത്, എനിക്കുള്ളതെല്ലാം പോയി, എന്റെ ഭർത്താവ് പോയി, എന്റെ മക്കളും പോയി, എന്നെ കൈപ്പത് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞവൾക്ക് വേണ്ടി മടങ്ങി വരാൻ കരഞ്ഞ് കണ്ണീരോട് അനുതാപത്തോടെ തിരിച്ച് ബേസിക്കിലോട്ട് മടങ്ങി വരാൻ തീരുമാനിച്ചപ്പോൾ ദൈവം തീരുമാനിച്ചു, ഇവിടെ അഡ്രസ് ഞാൻ മാറ്റാൻ പോവുക, ഇവിടെ കൈപ്പനെ ഞാൻ മാറ്റാൻ പോവുകയാണ്. അതിനോടുകൂടി ഇതൊരു മരുമോൾ അള്ളിപ്പിടിച്ചു. നമ്മളെ അവിടെ കേറ്റത്തില്ല, വന്ന അന്നേരെ തല്ലിക്കൊല്ലും. അങ്ങനെ അവിടെ വന്നപ്പോ അവർക്ക് വേണ്ടി ഒരുക്കിയത് ബോവസിന്, അത് യവത്തിന്റെ കൊയ്ത്തുകാലമായിരുന്നു. കാല പൊറുക്കാൻ മരുമോള് ഭയമുണ്ട്. എന്നാൽ അമ്മാമിയുടെ അവൾ ഇറങ്ങി കണ്ണീരോടെ അടിക്കാൻ പരിചയമില്ല, ആരുമില്ല, അടിക്കുമോ എറിയുമോ ഒന്നും അറിയില്ല. പക്ഷെ വിശ്വാസത്തോടെ കണ്ണീരോടെ അവതരിച്ചിറങ്ങി വിശ്വാസത്തോടെ യഹോവയാം ദൈവത്തെ അമ്മാമിയോട് ആ കൂട്ടായ്മയെ പറ്റുന്നുണ്ട്. എന്ത് പറ്റി? ബൈബിൾ പറഞ്ഞു, അവളെ 7 മക്കളെക്കാൾ പ്രയോജനമുള്ളവരാക്കി.
മാത്രമല്ല അവൾക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനെ ദൈവം എന്ത് ചെയ്തു? ഒരുക്കിയ ബോവസ് അവളെ ഏറ്റെടുത്തു. അവൻ ബോവസിൽ അവൾക്കൊരു സന്തതിയെ കൊടുത്തു. ഓബേദാണ് ഇശായിയുടെ അപ്പൻ. ഓർത്തോ, റൂത്ത് എന്ന് പറഞ്ഞ യവനക്കാരിക്ക് ഇസ്രായേൽ കേറാൻ പോലും അവകാശമില്ലാതിരുന്നപ്പോൾ ആ കണ്ണീരിന്റെ കരച്ചിൽ, ആ ധൈര്യത്തോടെ യേശുവിന്റെ വിശ്വാസത്തോടുള്ള ചൂടുവെപ്പ് അവൾ എവിടെ കൊണ്ടെന്നറിയാമോ? മത്തായി സുവിശേഷം ആരംഭിക്കുമ്പോൾ 7 ദിവസത്തെ അവൻ നിങ്ങൾ വചനത്തിൽ കേട്ട് കാണുമല്ലോ. കർത്താവിന്റെ ദാസൻ അവൻ പ്രിയ സുരേഷ് പാസ് പ്രസംഗിച്ചത്. അവൻ ചില സ്ത്രീകളുടെ പേര് എവിടെ എഴുതി ചേർത്തു? നമ്മുടെ രക്ഷകന്റെ അവൻ സ്വന്തം ചെയ്യുന്ന ജീനിയോളജിയിൽ എഴുതി ചേർത്തു. അതിലൊരുത്തിയാണ് റൂത്ത്. കണ്ണിനോടെ ഇങ്ങനെ വീഴുന്നു. അവരുടെ പേര് അവൾക്ക് അങ്ങനെ കൊടുത്തു. മാത്രമല്ല രക്ഷകന്റെ അവൻ സ്വന്തം ചെയ്യുന്നു. ആ ജീനിയോളജിയിൽ വംശാവലിയിൽ അവരുടെ പേര് കുറിച്ച് അവൻ സ്വന്തം ചെയ്യുന്നു. ഇന്ന് രാത്രി നവോമിയെ നോക്കിക്കേ. കയ്പെന്ന് പറഞ്ഞവൾ ദൈവം തിരുവായുടെ സങ്കടനെ മാറ്റും. ദൈവയുടെ സങ്കടം മാറ്റുന്ന മാത്രമല്ല, ദേശത്തുള്ളവരെല്ലാം ആദ്യം കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞ്, അയ്യോ ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് പരിതാപത്തോട് നോക്കിയവരിപ്പോ പറയാം, നീ ഒരു ഭാഗ്യവതിയാ. ഓ, എന്റെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുക. 7 മക്കളെക്കാൾ നല്ല വരവോളം നിനക്ക് തന്നില്ലയോ? നിനക്ക് ഓബേദെന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ തന്നില്ലയോ? ആ കുഞ്ഞ് ഇശായിയുടെ അപ്പനായിട്ട് വരാനിടയായി. യേശുവിന്റെ വംശാവലിയിൽ അവൻ കടന്നു വന്ന അവൻ ഒരു അമ്മച്ചിയായിട്ട് നഹോമിക്കും കടന്നു വരാൻ കർത്താവ് ഇടയാക്കില്ല. എത്ര വലിയ ദൈവമായി. ഇന്ന് രാത്രി മടങ്ങി വരാൻ നീ തീരുമാനിച്ച എത്ര തകർന്ന ജീവിതമാണെങ്കിലും ഇതിനെ പണിയൊന്നും മാത്രമല്ല, ജീവിതം മധുരമാക്കി തീർക്കും. അതുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാം.